നമ്മൾ വന്നിരിക്കുന്നത് ജെറിയുടെ അടുത്താണ്. ജെറിക്ക് ക്രിസ് ബോട്ടിൽ ക്രാഫ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു ബിസിനസ് ആണുള്ളത്. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഔട്ട്ഡോർ പ്ലാന്റ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ബോൺസായികളെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ബോൺസായികൾ ചെറുതുമുണ്ട് വലുതുമുണ്ട്. ഈ ഒലിവിന്റെ ബോൺസായി നമുക്ക് പറയാൻ പറ്റുമോ? അത് ഒലിവ് ആക്ച്വലി ഏജ്ഡ് ട്രീ ആണ്. ട്രീ എന്ന് പറയാം, ഒലിവ് ട്രീ എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ അതിനകത്ത് നമ്മുടെ ഈ ബോൺസായിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ഏജ്ഡ് ആണത്. കാരണം ഒരു മിനിമം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 20 years മുതൽ മുകളിലേക്ക് വർഷങ്ങൾ 100-നും 200-നും വർഷങ്ങൾക്ക് മുകളിലുള്ള സൈസുകളാണ് നമുക്ക് ആ ഒരു സൈസ് വരുന്നത്. 3000 years വരെയൊക്കെ നിൽക്കുമല്ലേ ഒലിവ്? 2500 വരെയുള്ള ഒലിവ്സ് ഒക്കെ നമുക്ക് യൂറോപ്പിൽ ഉണ്ടല്ലോ. ടർക്കിയിൽ പോയപ്പോൾ എങ്ങനെ 3000 വരെ നമുക്ക് ടെസ്റ്റ് റിസൾട്ടോട് കൂടിയിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കാണാം. അത് നല്ല രസമായിരിക്കുമല്ലോ. അത് ജീസസിന് മുമ്പുള്ള കാലഘട്ടത്തിൽ എന്നുള്ള രീതിയിൽ എന്നുവെച്ചാൽ മരണമില്ല എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ സ്റ്റോൺ ക്രാഫ്റ്റ്സ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ സ്റ്റോൺ ക്രാഫ്റ്റ്സ് ഉണ്ട്, വുഡൻ ക്രാഫ്റ്റ്സ് ഉണ്ട്. സ്റ്റോൺ ക്രാഫ്റ്റ്സിൽ തന്നെ ഫൗണ്ടൻ ഉള്ളതുണ്ട്, ഫൗണ്ടൻ ഇല്ലാത്തതുണ്ട് അല്ലേ? അത് സ്റ്റോണിൽ നമുക്ക് ബുദ്ധാസ് എന്ത് ഐറ്റം വേണമെങ്കിലും ചെയ്യാം. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ കണ്ട ബുദ്ധാസാണ് ഇവിടെ. ബുദ്ധാസ് എന്ന് വെച്ചാൽ നമുക്കൊരു ഗാർഡൻ റിലേറ്റഡ് ആയിട്ട് വെക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സൂട്ടബിൾ ആണ്. അതായത് ഒരു ഗാർഡനിൽ ഒരു ബുദ്ധൻ ഇരിക്കുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് വരുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ ഇവിടെ ഇരിക്കുന്നത് ഇത് നല്ലൊരു വലുപ്പമുള്ള ഒരു സ്റ്റോൺ ക്രാഫ്റ്റ് ആണ്. ഇത് മോവായി എന്ന് പറയും. മോവായി 3 മീറ്റർ ആണ്. ഇത് പല സൈസ് വരും. ഇത് ശരിക്കും സൗത്ത് അമേരിക്കൻ കൺസെപ്റ്റ് ആണ് അത്. പക്ഷേ നമ്മുടെ ഇവിടെ ഗാർഡനിൽ ഇതൊരു ബാംഗ്ലൂർ ഒരു പ്രൊജക്ടിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യിപ്പിച്ച് കൊണ്ടുവന്നാണ് ഇത്ര ഹൈറ്റ് ഉള്ളത്. മോവായിട്ട് തന്നെ ചെറുതുണ്ട് അല്ലേ? ചെറുതുണ്ട്, നമുക്ക് കല്ലേലുള്ളതുകൊണ്ട്, സിമെന്റ് കാസ്റ്റിംഗിലുള്ളതുകൊണ്ട്. അതുപോലെ ഈ സിമെന്റും സിമെന്റ് കാസ്റ്റിംഗ് ആണ്. ഇത് സിമെന്റ് കാസ്റ്റിംഗ് ആണ്. കാരണം വെച്ചാൽ ഇത് 3 മീറ്റർ മോവായി കല്ല് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 5 ടൺ എബോ വരും. ഹാൻഡ്ലിംഗ് ഒരിക്കലും പറ്റില്ല, ലോഡ് ചെയ്ത് കൊണ്ടുവരണമല്ലോ. അതുകൊണ്ടാണ് ഇത് സിമെന്റ്. അതാകുമ്പോൾ നമുക്ക് കിടത്തി കണ്ടെയ്നറിനകത്ത് കൊണ്ടുവരാൻ പറ്റും. ഇത് ഒരു സിറ്റിംഗ് ബുദ്ധയാണ്. അതായത് ഇതൊരു ഒറ്റ കല്ലിലാണ്. ഒറ്റ കല്ലിൽ അകം എടുത്തു കളഞ്ഞിട്ട് അകത്തൊരു ബുദ്ധൻ ഇരിക്കുന്ന രീതിയിൽ കാർവ് ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ കാർവ് ചെയ്തത് എല്ലാം ഹാൻഡ് കാർവ്ഡ് ആണ്. മെഷീൻ അല്ല. മെഷീനറി എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ആക്സസറീസ് അല്ലാതെ വലിയ രീതിയിലുള്ള കാർവിംഗ് കൊത്തുകളൊന്നും എല്ലാം കൈകൊണ്ട് കൊത്തുന്നതിനാണ്. ഇതൊക്കെ എവിടുന്ന് വരുന്നതാണ് ഈ സാധനങ്ങൾ? ഇത് നമ്മൾ ഇന്തോനേഷ്യയിലാണ്. നമുക്ക് അവിടെ ചെറിയൊരു പ്രൊഡക്ഷൻ ഉണ്ട്. കാരണം നമ്മൾ യൂറോപ്പിലേക്ക് എക്സ്പോർട്ട് ഉണ്ട്. നമുക്ക് ഒരു വർഷത്തിൽ അധികമൊന്നുമില്ല, ഒരു 4-5 കണ്ടെയ്നറിന്റെ എക്സ്പോർട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 20 സ്റ്റാഫ് ഉണ്ട് അവിടെ. ഒരു ആളുമായിട്ടൊരു ടൈപ്പായിട്ട് നമ്മൾ അവിടെ ചെറിയ പ്രൊഡക്ഷൻ ഉണ്ട്. അതുകൊണ്ട് കല്ലിലുള്ള എന്ത് ഐറ്റം വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. സമയം തന്നു കഴിഞ്ഞാൽ എന്തും ചെയ്യാം. ഇപ്പോൾ വേണമെങ്കിൽ എബിൻ ചേട്ടനെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഏകദേശം പൈസ ഒക്കെ ഒപ്പിച്ച് നമുക്ക് വേണമെങ്കിൽ കൊത്തിക്കൊണ്ടുവരാം. അങ്ങനെയല്ല, എക്സാമ്പിൾ പറയാം. അപ്പൊ ഇതിന് ഏകദേശം എന്നാ വില വരുമായിരിക്കും നമുക്ക്? സ്റ്റോണിൽ നമുക്കൊരു 1 മീറ്റർ അല്ലെങ്കിൽ ഒരു 60 സെന്റിമീറ്റർ ഒരു 17,000 മുതൽ സ്റ്റോണിൽ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഒരു 5,000 മുതൽ ആർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട് കേട്ടോ. റൗണ്ട് അതുപോലെ ചെറിയ മോവൈസ് അങ്ങനെയൊക്കെ ഒരു 5,000 മുതൽ മുകളിലേക്ക് നമുക്ക് ലക്ഷങ്ങൾ വില വരുന്ന വലിയ ബുദ്ധൻ വരെ ഉണ്ട്. നമുക്ക് എത്രയായിരിക്കും ഏറ്റവും വിലയുള്ളത്? എത്രയുടെയാണ് വിറ്റിരിക്കുന്നത്? ഇപ്പം വിറ്റിരിക്കുന്ന സ്റ്റോണിൽ നമുക്കൊരു 3 lakh, 2.8 lakh, 3 lakh വരെ റേഞ്ചിലാണ് സ്റ്റോണിൽ വരുന്നത്. അതായത് വലിയ സൈസ് വരും. അതായത് ഒറ്റ കല്ലിൽ ഒരു 3 ടണ്ണൊക്കെ വരുന്ന ബുദ്ധൻ സൈസ് സാധനങ്ങളൊക്കെ വലുതുണ്ട്, അത് വിൽക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഇവിടെ ബുദ്ധന്റെ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ഇത് വാട്ടർ ഫൗണ്ടന്റെ സീരീസ് ആണ്. ഞാൻ വിചാരിച്ച അത് പ്ലാസ്റ്റിക് മറ്റേ VP ഇല്ലേ നമ്മള് പ്ലാസ്റ്റിക് ബ്ലൂ കളറാണല്ലേ? ശരിക്കും ഫൗണ്ടൻ തന്നെയാണ്. ഇത് ആക്ച്വലി വിയറ്റ്നാമിൽ നിന്ന് വരുന്നതാണ്. ഇന്തോനേഷ്യ അല്ല, ഇത് വിയറ്റ്നാം പോട്ടറി എന്ന് പറയും. അതായത് ഇത് ലോകത്തെ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ള പോട്ടറി ഉണ്ടാക്കുന്ന സ്ഥലമാണ് വിയറ്റ്നാം. അപ്പോൾ അവിടുത്തെ പോട്ടറിയാണ്. ഇത് ഔട്ട്ഡോർ നമുക്ക് വെക്കാം. ഈ ഒരു റസ്റ്റിക് ഫീലും. ഇത് ആക്ച്വലി ബേസ് നമ്മുടെ മണ്ണാണ്. പക്ഷേ എന്നിട്ട് അതിന് ശേഷം സെറാമിക് അതിനകത്ത് ചെയ്തിട്ട് സാൻഡ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ ചെയ്തേക്കുന്ന. അതിന്റെ സൗണ്ട് ശ്രദ്ധിച്ചോ? കടകടാന്നുള്ള സൗണ്ടിലേക്ക് ഇതാണ്. ഇതിപ്പോൾ നമുക്ക് ഇത്രയും ഓപ്പൺ ഏരിയ ആണ്. ഇതൊരു ഇൻഡോർ, ഒരു സെമി ഇൻഡോർ, ഒരു ക്ലോസ്ഡ് സർക്കിളിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെണ്ട കൊട്ടുന്ന ഒരു ഫീൽ വരും. അത് ഭയങ്കര ഒരു മ്യൂസിക്കൽ ഫീലിംഗ് ആണ് ഈ ടൈപ്പ് ഓഫ് ഫൗണ്ടൻസിന് കിട്ടുന്നത്. ഇതിന്റെ പല ടൈപ്പ് ഉണ്ട്. ഇത് പക്ഷേ ബുദ്ധന്റെ ഇതിന് നമുക്ക് ഫിഷ് ഉണ്ട്. ഇതിനകത്ത് ഫിഷ് ഇട്ടിട്ടുണ്ട്. നമ്മളിത് ഇങ്ങനെ ഫുൾ സെറ്റ് ആയിട്ട് വരും. ഇതിന്റെ പല സൈസ് ഉണ്ട്. ഇത് എന്റെ ഒരു മീഡിയം സൈസാണ്. ഇതിന്റെ വലുതുണ്ട്. ഇതിന് എന്നാ വില വരുമായിരിക്കും? 95,000 ആ റേഞ്ച് ഫുൾ സെറ്റ്. അതായത് ആ റേഞ്ചിൽ. പക്ഷേ അത് സെപ്പറേറ്റ് ആണ് അല്ലേ? അത് സെപ്പറേറ്റ് ആണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് കസ്റ്റമർക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ ഫൗണ്ടനിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ പൂളിലേക്കൊക്കെ നമുക്ക് ഇങ്ങനെ സൈഡിൽ നിന്ന് വയ്ക്കാം. അതുപോലത്തെ കുറെ ആർട്ടിക്കിൾസ് ഉണ്ട് നമുക്ക്. പക്ഷെ ഇത് ഫൗണ്ടൻ ഇല്ലാത്ത ബുദ്ധന്റെ ഇത് ഒറ്റ കല്ലേല്. ഇതൊരു സിംഗിൾ കല്ല് കാർവ് ചെയ്തേക്കുന്ന. ഇത് 2 മീറ്ററുള്ള ബുദ്ധനാണ്. ഇതാകുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു 3.5 ടണ്ണോളം വെയിറ്റ് ഉണ്ട് ഒറ്റ കല്ല്. പിന്നെ ഇത് ലൈറ്റുകളാണ്. ലൈറ്റിന്റെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഗാർഡനിൽ വെക്കുന്ന ലാൻഡേൺസ്. ഇത് ഒറ്റ കല്ലാണ്. അതിനെ കാർവ് ചെയ്തെടുത്ത് ക്രിയേറ്റീവായിട്ട് ചെയ്തേക്കുന്ന ബോൾസുകൾ. സ്റ്റോണിൽ നമുക്ക് എന്ത് കളി വേണമെങ്കിലും കളിക്കാം. നല്ല രസമാണ് കേട്ടോ. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ഇത് കാണുമ്പോൾ ഒരു മൊത്തത്തിലൊരു വിന്റേജ് ഫീൽ ആണ്. ഇത് പണ്ടത്തെ ഏതാണ്ട്
തീപ്പെട്ടി കമ്പനിയായിരുന്നു അല്ലേ? ഒരു 60-ലെ തീപ്പെട്ടി കമ്പനിയായിരുന്നു. പിന്നെ കുറെ നാൾ പൂട്ടിക്കിടന്നു. അതിനുശേഷം ഒരു 20-25 വർഷം ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, ജംഗിൾ പോലെ ആയിരുന്നു. പിന്നീട് നമ്മളിത് റെന്റിനെടുത്ത് നമ്മൾ ഇതിനെ ഒന്ന് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഈ കാണുന്ന രീതിയിലേക്ക് ഒരു ആക്കിയെടുത്താണ് നമ്മൾ. നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് ഒരു അട്രാക്ഷൻ തോന്നും, നമുക്ക് വാങ്ങാൻ തോന്നും. പക്ഷേ പോക്കറ്റിൽ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ട് ആസ്വദിച്ചു, അതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ പോക്കറ്റിന് പറ്റിയ സാധനം ഒരുപാടുണ്ട്. അത് വേണം നോക്കാം. നമുക്കിത് അകത്താണെങ്കിലും കുറേയേറെ പോർട്രീസ് ഉണ്ട്. നമുക്ക് ബാക്ക് സൈഡിലുണ്ട്. നമുക്ക് ഈ സ്റ്റാച്യു റിലേറ്റഡ് ആയിട്ട് ഐറ്റംസ് നമ്മൾ ബാക്ക് സൈഡിൽ അവിടെ ചെല്ലും പറയാം, വേറെ സെപ്പറേറ്റ് ഏരിയ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിൽ ഒരു സംഭവം ഞാൻ കണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഇങ്ങോട്ട് വരുത്താറുന്നല്ലേ, ഇത് ഏരിയ ക്രിയേറ്റ് ചെയ്ത് മാത്രമല്ല, അതിനകത്തൊരു ടാമറിന്റെ നമ്മുടെ പുളിയില്ലേ, നമ്മുടെ പുളിയല്ല, അത് ചെറുത് നമുക്ക് വെക്കാം. അത് നമ്മുടെ വീടിന്റെ മുറ്റത്ത് വേണേലും വെക്കാവുന്ന രീതിയിലാണ്. അഭിലാഷിന്റെ വീടിന്റെ ഫ്രണ്ടിൽ വലിയൊരു ടാമറിൻ മരം ഉണ്ടെന്ന് പറഞ്ഞത്, ഒരു പുളിമരമുണ്ട്. അത് പക്ഷെ അടിച്ചടിച്ചടിച്ച് അഭിലാഷിന്റെ അമ്മയുടെ നടുപൊടിച്ചില്ല. ഇതിനും പ്രശ്നമുണ്ടോ? അത് പക്ഷെ എന്നാലും ഇതിന് ക്വാണ്ടിറ്റി ചെറുതല്ലേ, ചട്ടിയിൽ വീഴുന്ന ക്വാണ്ടിറ്റിയല്ലേ ഉള്ളൂ. അതെ. അപ്പൊ അങ്ങനെ നമുക്ക് ചെറുതായിട്ട് ഒരു പുളിമരം, നല്ല മധുരമുള്ള പുളി കഴിക്കാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ കുറെ ചെടികളുണ്ട്. നമുക്ക് പക്ഷേ ഇതിനകത്തൂടെ ഒന്ന് കയറി കാണാം അല്ലേ? ഞങ്ങൾ അങ്ങനെ പുറത്തുനിന്ന് അകത്തോട്ട് കയറി. അകത്ത് കയറി കഴിഞ്ഞാൽ തീപ്പെട്ടി കമ്പനിയുടെ അകം, പഴയ തീപ്പെട്ടി. പക്ഷെ ഇവിടെ ഇപ്പൊ തീപ്പെട്ടിയൊന്നുമില്ല, പകരം ചട്ടികൾ, ഇഷ്ടം പോലെ ചട്ടികളാണ്. സെറാമിക് ചട്ടികളുണ്ട്, അതുപോലെ തന്നെ ഓടിന്റെ ചട്ടികളുണ്ട്, പിന്നെ പോളിമർ ഉണ്ട്, കല്ലിന്റെ ഉണ്ട് അല്ലേ? കല്ലുണ്ട്, GRC ഉണ്ട്, FRC ഉണ്ട്, പിന്നെ വേണമെങ്കിൽ സിമെന്റിന്റെ റിലേറ്റഡ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഔട്ട്ഡോർ സെറാമിക്കിനകത്ത് വിയറ്റ്നാമിൽ നിന്ന് വരുന്ന പോട്ടറീസ് ഉണ്ട്. പിന്നെ നമുക്ക് പോളിമറിൽ തന്നെ 2 കാറ്റഗറി വരുന്നുണ്ട്. അങ്ങനെ ഫൈബറിന്റെ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ചട്ടികളുണ്ട്. അത് പല സൈസ്, പല ഷേപ്പ്, ഏത് സൈസ് ഉണ്ട്. നല്ല ചെറിയ ക്യൂട്ട് ആയിട്ടുള്ള ചെറുത് മുതൽ വളരെ ചെറിയ ചട്ടികളുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൈനിങ് ടേബിളിലൊക്കെ നടുക്ക് വെക്കാൻ പറ്റുന്ന ചെറിയ സക്കുലൻസ് ഒക്കെ വെക്കാനായിട്ട് വെക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ വലിയ ഔട്ട്ഡോറിൽ വെക്കാൻ പറ്റുന്ന ചട്ടികളുണ്ട്. കല്ലിലൊക്കെ തീർത്തിരിക്കുന്നത്, മേളിലൊക്കെ ആണെങ്കിലും ചെടി ഇറക്കി വെക്കാവുന്ന ചട്ടികളാണ്. വെക്കാൻ ഡയറക്റ്റ് പ്ലാന്റേഷൻ ചെയ്യാം, എല്ലാം ചെയ്യാം, ഉറപ്പായിട്ടും. അങ്ങനെയൊക്കെ ചെയ്യാവുന്ന ചട്ടികൾ രസമാണ്. ഇതിനകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ കുറേ അറിയുണ്ട്, ഇതിനകത്ത് നടന്ന് കാണാൻ തന്നെയുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ പുറത്തും ഉണ്ട് അല്ലേ? അപ്പുറത്തെ സൈഡ് ഉണ്ട്, പിന്നെ അതിന് പുറത്തുണ്ട്. അതെ, അപ്പുറത്തെ സൈഡ് ചട്ടികളാണ്. ഇതിന് അകം ഞാൻ ഉദ്ദേശിച്ചത് ഈ ഓട് കമ്പനി, ഓടല്ല, തീപ്പെട്ടി കമ്പനിയുടെ അകത്ത്. അത് ഇവിടെയാണ്. അത് ശരിക്കും എന്താണ് ആ വലിയ ചട്ടിയൊക്കെ ഇരിക്കുന്നത്? അതും വലിയ നമുക്ക് വലിയ മരങ്ങള്, ബോൺസായികൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്ലാന്റ് ചെയ്യുന്നത്. അതിന്റെ നമുക്കിപ്പോ നമ്മളെ ഹൈറ്റിനേക്കാൾ അല്ല, അത് പോളിമർ സെറീനോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ചട്ടിയാണ്. അതിന്റെ നമ്മൾ കേരളത്തിലെ ഡിസ്ട്രിബ്യൂട്ടർ ആണ് ഇവിടുത്തെ. അതുപോലെ തന്നെ ഗ്രില്ലൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അത് കമാഡോ ഗ്രില്ല്, നമ്മുടെ യൂറോപ്യൻസിനൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള കമാഡോ ഗ്രില്ല് നമ്മുടെ ഗാർഡനിലൊക്കെ കൊണ്ട് വെക്കാം, ഗാർഡനിൽ വെക്കാം. അതുപോലെ നമ്മൾ ചെറിയ റിസോർട്ട് കൺസെപ്റ്റിലൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് കുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതെല്ലാം. അത് ശരിക്കും പറഞ്ഞാൽ ഇതാണോ ബേസ് ആക്ച്വലി സെറാമിക് പോലെ ചെയ്യുന്ന നമ്മുടെ ഈ ചട്ടികളൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കമ്പനികളിലാണ് അതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കണക്ട് ചെയ്ത് വരുന്നത്. പിന്നെ ഈ വുഡൻ ക്രാഫ്റ്റുകളുണ്ട്. വുഡൻ ക്രാഫ്റ്റ് എങ്ങനെയാണ് നമുക്ക് ഔട്ട്ഡോർ വെക്കാൻ പറ്റും? അത് ഇത് തേക്കിന്റെ റൂട്ട് വെച്ച് ചെയ്യുന്ന, അതായത് ഡ്രിഫ്റ്റ് വുഡ് എന്ന് പറയും, നമ്മൾ പഴയ രീതിയിൽ പറയും, ചെറിയ പീസുകൾ കണക്ട് ചെയ്ത്. അപ്പൊ ഇത് ഇപ്പൊ പുറത്ത് നമ്മൾ കാണാം, മഴ നനഞ്ഞിരിക്കുന്നുണ്ടല്ലോ. അതൊക്കെ 2-3 വർഷമായിട്ട് മഴ നനഞ്ഞിരിക്കുന്നു. നമ്മൾ പുറത്തേട്ട് വെക്കുമ്പോൾ ഈ ഉടൻ ഈ കളർ മാറിയിട്ട് അതിന്റെ നാച്ചുറൽ കളറിലേക്ക് മാറും എന്നല്ലാതെ സാധനം നശിച്ചു പോകില്ല. കാരണം ഓൾറെഡി മണ്ണിൽ കിടന്ന് അതിന്റെ റൂട്ട് കിടന്നിട്ട് വരുന്ന ഔട്ട്കം ആണല്ലോ ഈ ഡ്രിഫ്റ്റ് വുഡ് എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഷേപ്പ് അങ്ങനെ മെയിൻറ്റെയിൻ ആയിട്ട് നിന്നോളൂ, കളറൊന്നും മാറില്ല. പിന്നെ നിങ്ങൾക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് ചില കസ്റ്റമർ ഇത് പോളിഷ് ചെയ്ത് വെക്കാറുണ്ട്. അവരെ ഇന്ത്യനുസരിച്ച് പോളിഷ് ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടി ഭംഗിയാണ്. നമ്മളെന്താ വെച്ചാൽ പോളിഷ് ചെയ്യാത്ത എന്നാന്ന് വെച്ചാൽ നാച്ചുറൽ കളറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന വെച്ചാൽ വൺ ടൈം പോളിഷ് ചെയ്താൽ പിന്നെ മാറ്റാനാ പാട്. അതെ, പക്ഷെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർക്ക് ഒരു വിന്റേജ് ലുക്ക്, അല്ല ഒരു റസ്റ്റിക് ലുക്ക് ആയിരിക്കും ഇഷ്ടം. ചിലർക്ക് പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ഭയങ്കര പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ലുക്ക് ആയിരിക്കും ഇഷ്ടം. നമ്മുടെ ഇഷ്ടം പോലാണ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. എനിക്ക് ചില സമയത്ത് ഈ റസ്റ്റിക് ആണ് ഇഷ്ടം, ചില സമയത്ത് പോളിഷ്ഡ് ആയിരിക്കും ഇഷ്ടം. നല്ല ഇതായിട്ട് ചെയ്യാൻ പറ്റും. ഇതും മറ്റേ റൂട്ട് മറ്റേ നമ്മളാ പറയുന്ന പച്ചറ, അത് ഇതുപോലത്തെ ചട്ടികളിൽ വെച്ച് നമുക്ക് ഇതുപോലെ ഇൻഡോർ ഏരിയയിൽ നന്നായിട്ട് വെക്കാം. നമ്മൾ ഇൻഡോർ ആളോ നിൽക്കണം, ലോങ് ടൈം നിന്നാലും കുഴപ്പമില്ല. ഇതാണ് നമ്മുടെ ഡ്രസ്സിന ഡ്രാക്കോന്റെ വെറൈറ്റി. ഇതൊക്കെ ചട്ടിയിൽ പ്രസന്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഫീല് വേറെ ഭയങ്കര വെറൈറ്റി ആണ്. ഇത് ഒരു വുഡ് ക്രാഫ്റ്റ് ആണ് കേട്ടോ. ഇതൊരു പൈൻ ട്രീ ഷേപ്പിൽ അങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ചെറിയ ഒക്കെയാണ് ചെറിയ ചട്ടികൾക്കകത്തൊക്കെ വെച്ചിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടേബിൾ, നമ്മുടെ ഡൈനിങ് സ്റ്റഡി ടേബിൾ വേണം. ഇവിടെ കസ്റ്റമൈസേഷൻ ആണ്. കസ്റ്റമർ വരുന്നു, നമുക്ക് ഇവിടെ നിന്ന് ഇഷ്ടമുള്ള ചട്ടി എടുക്കുന്നു,
എടുക്കുന്നു, നമ്മുടെ ചെടിയുള്ള ഏരിയ പോയി ചെടി എടുക്കുന്നു, അവർക്ക് കസ്റ്റം ചെയ്ത് നമ്മൾ കൊടുക്കും, അവരുടെ ഇഷ്ടത്തിനും അവരുടെ ബഡ്ജറ്റിനും. അപ്പോൾ ചിലർക്ക് വില കൂടി ചട്ടി വേണമെങ്കിൽ വില കൂടി ചട്ടി എടുത്തിട്ട് അതിനകത്തൊരു വില കുറഞ്ഞ ചെടി വയ്ക്കാം. അത് എങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ഒരു ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ നേരത്തെ ഇവിടെ വീഡിയോ ചെയ്തപ്പോൾ തന്നെ അവരിങ്ങനെ പറഞ്ഞൊരു കമന്റാണ്, ഭയങ്കര പൈസയാണ്, ഭയങ്കര ചിലവാണ്. അതെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പല കേസും ഇപ്പോൾ ഒരു കസ്റ്റമർ നേരിട്ട് വരുമ്പോഴായാലും കാണുമ്പോഴായാലും ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരുപാട് വില കൂടിയ സാധനങ്ങളുണ്ട്, വില കുറഞ്ഞ സാധനമുണ്ട്. അത് ഒരു ഹ്യൂമൻ ടെൻഡൻസി എന്ന് പറഞ്ഞാൽ നമ്മളേതെങ്കിലും ഒരു ഷോപ്പിലേക്ക് ചെന്നിട്ട് ഏറ്റവും വലിയ ഭംഗിയായിട്ട് നിൽക്കുന്ന സാധനത്തിൻ്റെ വില ചോദിക്കുമ്പോൾ ആക്ച്വലി അതിന് ആക്ച്വൽ കോസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതിനൊരു 2 ലക്ഷം രൂപയുടെ സാധനത്തിൻ്റെ വില ചോദിച്ചു എന്ന് കരുതി ആ കടയിൽ എല്ലാ സാധനത്തിനും ആ ഒരു വിലയില്ല, ആയിരിക്കണമെന്നില്ല. അതുപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ 2 ലക്ഷത്തിന്റെ സാധനം നിങ്ങൾ എടുത്ത് വെക്കുന്നത്, അതെടുത്ത് അന്നേരം പോകത്തൊന്നുമില്ലല്ലോ? ഇല്ല, അതിന് കസ്റ്റമർ ഉണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതായത് ഇത് കാറ്റഗറി എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതായത് നമുക്കിപ്പോൾ 2 ലക്ഷം അല്ല 7 ലക്ഷം രൂപയുടെ ചെടിയും 8 ലക്ഷം രൂപയുടെ ചെടിക്കും റിക്വയർമെന്റ് ഉള്ള ക്ലയന്റ് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അതായത് ഇപ്പോൾ കേരളത്തിന് പുറത്തോട്ട് എങ്ങും പോകണ്ട, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അതായത് വെച്ചാൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 15 ലക്ഷം രൂപയുടെ വീടെന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുന്നത് കൊണ്ട് 50 കോടിയുടെ വീടും നമ്മുടെ ഈ ലൊക്കാലിറ്റി തന്നെ പണിയുന്നുണ്ട്. അപ്പോൾ ഈ 50 കോടി രൂപയുടെ അല്ലെങ്കിൽ 50 കോടിയും പൊക്കോട്ടെ, ഒരു 3 കോടി രൂപയുടെ വീട് പണിയുന്ന ഒരാൾക്ക് വീടിന്റെ ഫ്രണ്ടിൽ കയറി വരുന്ന വരാന്തയിൽ ഒരു പ്ലാസ്റ്റിക് ചട്ടി വെച്ച് ചെടി വെക്കേണ്ട ഒരാവശ്യമില്ല. കാരണം അവന്റെ വീടിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന അതുപോലത്തെ ചെടി, കാരണം താമസിക്കാനായിട്ട് വീട് പണിയാനാണെങ്കിൽ 10 ലക്ഷം രൂപയ്ക്കും വീട് പണിയാലോ. അപ്പൊ അതേപോലെ തന്നെയാണ്, ഓരോരുത്തർ റിക്വയർമെന്റ് ആണ്. അതായത് ഇപ്പോൾ എല്ലാ കസ്റ്റമർക്കും 2 ലാഖിന്റെ ചെടി മേടിച്ച് വെക്കാൻ പോസിബിൾ അല്ല. ചിലപ്പോൾ ഞാൻ വീട് വെക്കുമ്പോഴും എന്റെ പേഴ്സണൽ യൂസിന് ചിലപ്പോൾ ഈ പറഞ്ഞ 10 ലക്ഷം രൂപയുടെ ചെടി ഞാൻ മേടിച്ച് വെക്കണമെന്നില്ല. കാരണം ഓരോരുത്തരും റിക്വയർമെന്റ് ആണ്. അപ്പൊ ഓരോ കാറ്റഗറി ഉണ്ട്, ഇടുന്ന ഡ്രസ്സിൽ ഉപയോഗിക്കുന്ന വണ്ടിയിലൊക്കെ ആ ഒരു റിക്വയർമെന്റ് ഉണ്ട്. എക്സാക്ട്ലി, അത് നേരാണ്. നമുക്കത് ഇതാണ് ഇവിടുത്തെ വില, നമ്മൾ ഇതാണ് ഇവിടുത്തെ കാറ്റഗറിയും നമ്മൾ അറിയുക. എന്നിട്ട് ഇവിടെ പല കാറ്റഗറി പല വില, അതായത് നമുക്ക് ചെറിയ പ്ലാസ്റ്റിക് ചട്ടികൾ നമ്മൾ സെല്ല് ചെയ്യുന്നില്ല എന്ന് മാത്രം. കാരണം അതൊരു ശരിക്കും പറഞ്ഞാൽ ഈ കൺസെപ്റ്റ് കൊണ്ടാണ് നമ്മൾ സെല്ല് ചെയ്യുന്നില്ലാത്ത. കാരണം ഒരു മിനിമം വീട് ഉണ്ടാക്കാൻ പോലും ഒരു 50 ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിനിപ്പോൾ ഒരു പ്ലാസ്റ്റിക് ചട്ടി വെച്ച് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതിന്റെ റിക്വയർമെന്റ് ഇല്ല ഒരു വീടിനെ സംബന്ധിച്ച്, വീടിന്റെ ഫ്രണ്ടിൽ. അതാണ്. അപ്പൊ നമ്മൾ ഇനി അപ്പുറത്തെ സൈഡിൽ അവിടെ കുറച്ചുകൂടെ ഈ വുഡൻ ക്രാഫ്റ്റുകളുണ്ട്, അതും കാണാം. പിന്നെ കുറച്ച് വലിയ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കാണാം. നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. ഞാൻ മുമ്പേ പറഞ്ഞ ടാമറിൻ ട്രീ, സ്വീറ്റ് ടാമറിൻ എന്ന് പറഞ്ഞില്ലേ, തായ്ലാൻഡിലൊക്കെ കിട്ടുന്ന, ഇതിന്റെ നമുക്ക് ബോക്സ് ആയിട്ട് അവിടെ നിന്ന് മേടിക്കാനും കിട്ടും. മധുരമുള്ള പുളി എന്നൊക്കെ പറഞ്ഞു, സ്വീറ്റ് ടാമറിൻ എന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് വലിയ മരമായിട്ട് പോകുന്നില്ല, എന്നാൽ ഇതിൽ ഈ സൈസിൽ ഉണ്ടാവോ? ഇവിടെ ഉണ്ടാവാറുണ്ട് ഈ സൈസിൽ. ഇത് അത്യാവശ്യം ഒരു ബോൺസായി കൺസെപ്റ്റിൽ കട്ട് ചെയ്ത് ഞാൻ നിർത്തിയിരിക്കുന്നത്. കാരണം ചട്ടി തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. ഒരു വലിയ മരം അല്ലാതെ നമുക്ക് വരാന്തയിലൊക്കെ വെക്കാം. ഇത് കൂടാതെ വേറെ ഇപ്പൊ നമുക്ക് വീടിന്റെ വലിയൊരു മുറ്റമുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ വലിയ മരങ്ങള്, പക്ഷെ ചട്ടിക്കകത്തോ അല്ലെങ്കിൽ റിങ്ങിനകത്തോ അല്ലെങ്കിൽ ഡയറക്റ്റ് സൗകര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഡിപ്പെൻഡ് ഓൺ സൈസ് അനുസരിച്ച്. പക്ഷെ ഇവിടെയൊക്കെയാണ് വലിയ ഇതിന്റെ പന പോലെ നിൽക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് മറ്റേ ബിസ്മാർക്കിയുടെ പാമ്പ്, ഇത് നമ്മൾ തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് ഈ സൈസ്. ഒരു മരത്തെ തന്നെ രണ്ട് ശിഖരങ്ങൾ ഇങ്ങനെ വരുന്ന രീതിയിൽ. അതോ അത് നൊളിന പാം എന്ന് പറയും. നമ്മളിപ്പോൾ ചെറുതായ ഇത് ഭയങ്കര ഏജ് വേണം. നൊളിന എന്ന് പറഞ്ഞാൽ ചെറിയൊരു ചെടിയാണ്, അതിനെ ഈ ബോൾ പോലെ വരുന്നത്. അതിന്റെ വർഷങ്ങൾ പഴക്കമുള്ള ചെടിയാണ്. ഏകദേശം ഒരു മോർ ദാൻ ഒരു 40 years എബവ് ആണ്. എന്നാലാണ് അത്ര വരുള്ളൂ നൊളിന പാം, അത്രയും സൈസ് ട്രങ്ക് വരത്തുള്ളൂ. അതുപോലെ തന്നെയാണല്ലോ ഇവിടെ ഇഷ്ടംപോലെ വുഡ് ക്രാഫ്റ്റുകൾ വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, കുതിരയുണ്ട്, അതുപോലെ ഇതിന്റെ ആമയല്ലായിരിക്കും, ബെഞ്ചായിരിക്കും. ഇത് ബെഞ്ച് ഒറ്റത്തടി, തേക്കിന്റെ ഒറ്റത്തടിയാണ്. കുറെ കുതിരകളുണ്ട്, ഗൊറില്ലയൊക്കെ ഉണ്ട്. നല്ല സൂപ്പർ. അത് അതിന്റെ ബാലൻസിങ് ചെയ്തിരിക്കുന്ന ബാലൻസിങ് ഭയങ്കരമാണ്. കാരണം അത് കാലിൽ തന്നെ നിൽക്കുന്നത്, വേറെ സപ്പോർട്ടിംഗ് ഒന്നും കാലിൽ തന്നെ നിൽക്കുന്നത്. പിന്നെ അതിനകത്ത് കയറിയിരിക്കാം. പിന്നെ എബിൻ ചേട്ടനെ പോലെ രണ്ടോ മൂന്നോ ആൾ കയറിയാൽ പോലെ കുഴപ്പമില്ല. പിന്നെ ഇല്ല, തീർച്ചയായിട്ടും കയറിക്കോ. എന്നെക്കാളിലും എന്റെ ഇരട്ടി സൈസ് ഉള്ള, എന്റെ ഇരട്ടി വെയിറ്റ് ഉള്ള ഒരാളുണ്ട് ഇവിടെ. വാ അരുണെങ്കി വന്നേ, അരിച്ചേട്ട കയറാൻ പോളോ. കാത്തോളേ കുതിരയെ മാനം കെടുത്തിട്ട് കേട്ടോ. ഇതിൽ കയറി നോക്കാല്, ഉരുണ്ട് ചാടി കഴിഞ്ഞാൽ നമുക്കിത് വൈറലാക്കാട്ടോ. ഞങ്ങളൊക്കെ കയറി ധൈര്യമായിട്ട് കയറിയിരുന്നോ. 4 കാലിലേക്കും കുതിര. ഗീറ് മാറണം, ഗീറ് ഓടുന്നില്ല. അതാണ് അതിന്റെ ഒരു പെർഫെക്ഷൻ. കാരണം വെച്ചാൽ 4 കാലിൽ അതിന്റെ, അതായത് ഇത് കലാകാരന്മാരുടെ ഒരു ഭയങ്കരമായിട്ടൊരു പെർഫെക്ഷന്റെ ഉത്തരവാദിത്തം. കാരണം 4 കാലിൽ നിൽക്കുന്ന കുതിരയില് ഇപ്പൊ 1-2 ആൾക്ക് ധൈര്യമായിട്ട് കയറി. ബാലൻസിങ് ഭയങ്കരമാണ്. കാരണം വേറെ സപ്പോർട്ടും ഇല്ല, കാല് മാത്രത്തില്ല. ഇല്ല, ഞാൻ കയറുന്നില്ല, ധൈര്യമായിട്ട് കയറിക്കോ. അതുകൊണ്ടല്ലേ ഇതിനകത്ത് കയറിക്കോ. രണ്ട് പടക്കളത്തിൽ പോകുന്നതല്ലേ.
അപ്പോൾ അത് മാത്രമല്ല കുറേ ലാമ്പുകളുണ്ട്, നമുക്ക് ഗാർഡനിലൊക്കെ വെക്കാൻ പറ്റുന്ന സ്റ്റോണിലൊക്കെ തീർത്തിരിക്കുന്ന ലാംപ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഫൗണ്ടെയിൻസ്, നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ തന്നെ ഒത്തിരി ഫൗണ്ടെയിൻസ്, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. വലിയ വലിയ മരങ്ങളൊക്കെ ഈ ഭാഗത്ത് ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? മരങ്ങളുണ്ട്, കുറേ മരങ്ങൾ. അത് പക്ഷേ അതും ഇതെന്ത് ലാമ്പാണോ? അത് ലാമ്പ് പോലെയാണ്, കോർണർ ലാമ്പ് പോലെയൊക്കെ വെക്കാൻ പറ്റുന്ന. അത് ശരിക്കും തേക്കല്ല കേട്ടോ, നമ്മുടെ അവിടുത്തെ ഒരു ചില്ലകളാണ് അല്ലേ? ചില്ലകൾ വെച്ച് കോർണർ ലാമ്പ് പോലെ ചെയ്യാവുന്നതാണ്. പിന്നെ ഇഷ്ടംപോലെ പോട്ട്സ് ഇതിനകത്തും വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി ഞാൻ അന്നേരം പറഞ്ഞില്ലേ, വിയറ്റ്നാം പോട്ടറികളാണ്, ഔട്ട്ഡോർ വെക്കാൻ പറ്റുന്ന പോട്ടറികൾ. അത് ഫൈനസ്റ്റ്, അതായത് ആന്റിക് ഫീല്. പിന്നെ നമുക്കിപ്പോൾ ഇവിടെ കണ്ടറിയാലോ, ഇതൊക്കെ റസ്റ്റിക്, ഇതെല്ലാം സോയിലാണ്, പക്ഷേ ഇതിന്റെ അകത്തൊരു റസ്റ്റിക് ഫീല് വരുന്നുണ്ടോ? ഇതൊരു ഗാർഡനിൽ ഒരു കൺസെപ്റ്റിൽ വെക്കാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രീമിയം റേഞ്ച് വരുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് അതാണ് റസ്റ്റിക് ഫീല് ചെയ്യുന്നത്. അത് സാൻഡ് ബ്ലാസ്റ്റിംഗ് ആണ് പറയുന്നത് അതിൻ്റെത്. സാൻഡ് ബ്ലാസ്റ്റിംഗ്. അതായത് പിന്നെ ഇതുപോലത്തെ സ്റ്റെപ്പിംഗ് സ്റ്റോണുകൾ. ഇത് ഞാൻ വിചാരിച്ചു വലിയ കല്ലാണ്, ഞാൻ വിചാരിച്ചു കല്ലാണ്, കല്ല് പോലെ തോന്നും, പക്ഷെ അത് സിറ്ററാണ്. ഇതെല്ലാം സ്റ്റെപ്പിംഗ് സ്റ്റോണുകൾ. ഇത് അണ്ടർ വാട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവരുന്നതാണ്. ഇത് ഇന്തോനേഷ്യയിൽ തന്നെ കൊണ്ടുവരുന്നത്. കൊള്ളാം കേട്ടോ. മൊത്തത്തിലൊരു നല്ല രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ വാങ്ങിക്കാതിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ റിക്വയർമെന്റ് ആണ്. അതെ, നിങ്ങൾ ഇതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറി കാണാനായിട്ട് നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടും, നിങ്ങൾ സന്തോഷമായിട്ട് കയറി കാണും. അരുൺ പറഞ്ഞത് അരുൺ വീട്ടുകാരെ കൊണ്ട് ഈ ഭാഗത്തോട്ട് വരത്തില്ല, വന്നു കഴിഞ്ഞാൽ പോക്കറ്റ് കീറുമെന്ന് പറഞ്ഞ് അവർക്ക് മേടിക്കാനായിട്ട് സന്തോഷം തോന്നുന്നു, മേടിച്ചു പോകുന്നത്. അതെന്തായിരുന്നേ? അത് വാഷ് ബേസിൻസ് ആണ്. വാഷ് ബേസിൻ ആണ് അല്ലേ? ഇത് നമുക്ക് സ്റ്റോണിന്റെ വാഷ് ബേസിൻ നമുക്ക് ഒരുപാട് തരത്തിലുള്ള ഡിസൈൻ, അത് നമ്മുടെ സ്വന്തം പ്രൊഡക്ഷനിലുള്ളതാണ്. സ്റ്റോണിലുണ്ട്, ഒനിക്സിലുണ്ട്, പലതരത്തിലുള്ള. ഇതൊക്കെ വാഷ് ബേസിൻ ആയി ഇരിക്കുന്നുണ്ടോ? ഇത് വാഷ് ബേസിൻ ആണ്. പക്ഷേ ഏതായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. നല്ല രസകരമായ ഒരു അന്തരീക്ഷത്തിൽ ചെടികൾ ഇഷ്ടം പോലെ, കല്ലുകൊണ്ട് തീർത്തിരിക്കുന്ന കൊത്തുപണികൾ ഇഷ്ടം പോലെ, തടി കൊണ്ടുള്ള പണികൾ ഇഷ്ടം പോലെ, ചെടി ചട്ടികൾ ഇഷ്ടം പോലെ. നിങ്ങൾ ഏതായാലും വരാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് വരിക, കാണുക, ആസ്വദിക്കുക. അതുപോലെ തന്നെ ഹോംലി സ്ക്വയറിൽ ഇതുപോലത്തെ വീഡിയോകൾ നമ്മൾ വീണ്ടും ചെയ്യുന്നതാണ്. ഇവിടെ ബൊഗൻവില്ലയുടെ ഒരു സീസൺ ഉണ്ട്, ആ സമയത്ത് അന്നേരം വേറൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഏതായാലും കൂടെ ഉണ്ടാവുക. തൽക്കാലത്തേക്കിന് ബൈ ബൈ.